മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവർ പാട്ടുപാടട്ടെ, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവൻ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് അവിടെ രേഖപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. വീണ്ടും 16-ാമത്തെ വാക്യം പറയുന്നത്: എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. എന്നിട്ടാണ് പറയുന്നത്: നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു. ഹല്ലേലൂയ. നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒന്നാമത് ഈ വേദഭാഗം നമ്മളോട് പറയുവാൻ ശ്രമിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന നീതിമാന്റെ വ്യക്തിത്വത്തെ കുറിച്ച്. ഒരു പ്രാർത്ഥിക്കുന്നതായ ഒരു വിശ്വാസിയുടെ വ്യക്തിത്വത്തെ കുറിച്ച് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത് അവിടെ പറയുകയാണ് കഷ്ടമനുഭവിക്കുന്നവന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. അപ്പൊ സാധാരണക്കാരന്റെ പ്രാർത്ഥനയ്ക്കും പ്രാധാന്യമുണ്ട് എന്ന് യാക്കോബ് ശ്ലീഹ ഇവിടെ രേഖപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നു. രോഗത്തിൽ കഴിയുന്നവന്റെ പ്രാർത്ഥനയ്ക്കും കാര്യമുണ്ട്, അവിടെ വിടുതലുണ്ടെന്ന് യാക്കോബ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ദുഃഖത്തിലും ദുരിതത്തിലും കഴിയുന്നതായ വ്യക്തി ജീവിതങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് ഇവിടെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, പലപ്പോഴെങ്കിലും ഞാനും നിങ്ങളുമൊക്കെ ചോദിച്ചിട്ടില്ലേ, ഈ ദൈവം എന്താണ് എനിക്ക് ഇങ്ങനെ ഒരു വിധി തന്നത്? ദൈവം എന്തിനാണ് ഇങ്ങനെ ഒരു ഭർത്താവിനെ എനിക്ക് തന്നത്? കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: അയ്യോ, ഇവള് കയറി വന്നതിന് ശേഷം ഈ വീട് അങ്ങോട്ട് ഗതി പിടിച്ചിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലതരത്തിലുള്ള കഷ്ടതകളെ കുറിച്ച് ഞാനും നിങ്ങളുമൊക്കെ വളരെ ചിന്തിക്കുന്നവരല്ലേ? മറ്റുള്ളവരെ പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ അപമാനിക്കുന്നവരല്ലേ? ഞാനും നിങ്ങളും വിശ്വാസികളാണെന്ന് പറയുകയും നീതിമാനാണെന്ന് പറയുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോകുന്നതും എന്റെ ജീവിതത്തിന്റെ കുറവാണെന്നുള്ള തിരിച്ചറിവാണ് ഇവിടെ യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് കഷ്ടമനുഭവിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ട്. ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നമ്മുടെ പ്രാർത്ഥന വിലയേറിയതാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. യോബിന്റെ ജീവിത അനുഭവങ്ങളിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ ഒന്ന് തിരിഞ്ഞ് സഞ്ചരിക്കേണ്ടത് വളരെയേറെ ആവശ്യമാണ്. ജീവിതത്തിൽ എത്രമാത്രം ദുർഘടങ്ങൾ ഉണ്ടായപ്പോഴും, തന്റെ ഭാര്യ തന്നെ തള്ളി പറഞ്ഞപ്പോഴും, തന്റെ മക്കളെല്ലാം ചത്തൊടുങ്ങുമ്പോഴും, ചാരത്തിൽ കിടന്ന് ഒട്ടുകഷ്ണം വെച്ച് തന്റെ മുകളിൽ വന്ന കൈയുടെ മുകളിൽ ശരീരത്ത് വന്ന ചൊറിയെല്ലാം അവൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവൻ പറയുന്ന ഒരു വലിയ സാക്ഷ്യമുണ്ട്. എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ഞാൻ ഇന്നുവരെയും എന്റെ ദൈവത്തെ കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, എന്നാൽ ഇന്ന് ഞാൻ എന്റെ തമ്പുരാനെ കണ്ടു. എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. എപ്പോഴാ? അവന്റെ ജീവിതത്തിൽ കഷ്ടതകൾ തെളിഞ്ഞപ്പോൾ, അവന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ, അവന്റെ ജീവിതത്തിൽ നിരാശയുണ്ടായപ്പോൾ, അവന്റെ ജീവിതത്തിൽ വേദന ഉണ്ടായപ്പോൾ സന്തോഷത്തോടെ പറയുകയാണ്, ഇന്ന് ഞാൻ എന്റെ തമ്പുരാനെ കണ്ടു. നമ്മുടെ ജീവിതം എങ്ങനെയാ? എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് തമ്പുരാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ നൽകിയിരിക്കുന്നത്. എന്തെല്ലാം സന്തോഷ അനുഭവങ്ങളാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. എന്റെ മുൻ പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളതായ നന്മകളെ കൊണ്ട് നമ്മളെ അലങ്കരിച്ചതായ ഒരു ദൈവമുണ്ട്. എന്റെ മാതാപിതാക്കൾ കണ്ടിട്ടില്ലാത്തതായ അത്ഭുതകരമായ അനുഭവങ്ങളെ കൊണ്ട് എന്നെ അലങ്കരിച്ച, എന്നെ നിലനിർത്തിയ ഒരു ദൈവമുണ്ട്. ദൈവസന്നിധിയിൽ നന്ദിയോടെ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ലെന്നല്ല ഇവിടെ യാക്കോബ് ശ്ലീഹ പറയാനായിട്ട് ശ്രമിക്കുന്നത്. യാക്കോബ് ശ്ലീഹ വളരെ കൃത്യമായി പറയുകയാണ്,
ദൈവ മക്കളായ എന്റെയും നിങ്ങളുടെയും ഒക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത് വിലയേറിയ പ്രാർത്ഥനയാണ്. രണ്ടാം അധ്യായത്തിന്റെ 21 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ, നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. ഹല്ലേലൂയ. നേരെ പോകുന്നത് നമ്മുടെ പിതാവായ അബ്രഹാമിന്റെ ജീവിത അനുഭവങ്ങളിലേക്കാണ്. അതുകൊണ്ട് അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത് തന്റെ പ്രവൃത്തിയിലൂടെ നീതീകരിച്ചതായ ഒരു ദൈവ സ്നേഹത്തെ കുറിച്ചാണ് യാക്കോബ് ശ്ലീഹ ഇവിടെ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നത്. 2:25 വീണ്ടും വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ടല്ലോ, അവിടെ ഇങ്ങനെ പറയുന്നു. എന്താണ് പറയുന്നത്? ഔവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. ആരെ കുറിച്ചാണ് പറയുന്നത്? രാഹാബ് എന്ന് പറയുന്നതായ വേശ്യയെ കുറിച്ച്. വേദപുസ്തകത്തിന്റെ ഏടുകളിലൂടെ ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടതായ ചില സംഗതികളുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ചുങ്കക്കാരെയും പാപികളെയും വേശ്യമാരെയും ഒക്കെ സ്നേഹിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ലോകപ്രകാരം ഞാൻ നിങ്ങളുമൊക്കെ ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ തിരസ്കരിക്കുന്നുവെങ്കിൽ യാക്കോബ് ശ്ലീഹ വീണ്ടും അടിവരയിട്ട് പറയുവാൻ ശ്രമിക്കുന്നു, രാഹാബ് എന്ന വേശ്യയുടെ പ്രവൃത്തിയിലൂടെ നീതി വെളിപ്പെട്ടു എന്നാണ് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വീണ്ടെടുപ്പിനെ കുറിച്ച് വ്യക്തമായ ബോധ്യം ഈ വേദഭാഗം നമുക്ക് നൽകുകയാണ്. എന്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പിനെ കുറിച്ച് വ്യക്തമായ ബോധ്യം തമ്പുരാൻ ഈ വേദഭാഗത്തിലൂടെ നൽകുകയാണ്. എന്റെയും നിങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി തമ്പുരാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി അവതരിച്ച് കാൽവരിയുടെ കുരിശിൽ പരമയാഗമായി തന്നെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ അതാണ് ക്രിസ്തുവിന്റെ സ്നാനമെന്ന് ഞാനും നിങ്ങളുമൊക്കെ കരുതുന്നുണ്ടെങ്കിൽ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. ആ സ്നാനത്തിലൂടെ തമ്പുരാൻ എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തവനാ. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥനയിലൂടെ എത്ര പേരെ വീണ്ടെടുക്കുന്നുണ്ട്? എന്റെ പ്രാർത്ഥനയിലൂടെയും എന്റെ പ്രവൃത്തിയിലൂടെയും എന്റെ വിശ്വാസത്തിലൂടെയും എന്റെ വിശുദ്ധിയിലൂടെയും ഞാൻ എത്ര പേരെ വീണ്ടെടുക്കുന്നുണ്ട് എന്നുള്ളത് ഈ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ടതായ ചില ചോദ്യമാണ്. വീണ്ടും അവിടെ പറയുകയാണ്, ഓരോ ദിനവും പകരപ്പെടേണ്ടതായ കൃപയെ കുറിച്ചുള്ള ബോധ്യം നൽകുന്ന വേദഭാഗമാണിത്. ഓരോ ദിവസവും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പകരപ്പെടേണ്ടതായ കൃപയെ കുറിച്ച് ബോധ്യം നൽകുന്നതായ ഒരു വേദഭാഗമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ നീതീകരിച്ച് ദൈവത്തോട് നീതിയുള്ളവരായി ജീവിക്കുവാൻ ഈ വേദഭാഗം നമ്മെ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ പറയുന്നത് ഒരു നീതിമാന്റെ മനോഭാവം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് പ്രാർത്ഥനയെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ യാക്കോബ് ശ്ലീഹ വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായ ഒരു നീതിമാന്റെ മനോഭാവം എങ്ങനെയാണ് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. ഞാനൊരു കഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ഇത് പല പ്രാവശ്യം വിധിക്കുന്ന പ്രാർത്ഥനകളല്ല, ഏറ്റെടുക്കുന്നതായ പ്രാർത്ഥനകളാണ്. എന്റെയും നിങ്ങളുടെയും ഒക്കെ വിശുദ്ധ കുർബാനയിൽ നടക്കുന്നതായ മധ്യസ്ഥ പ്രാർത്ഥനകൾ പലപ്പോഴും ആ പള്ളിയിൽ വെച്ചത് അവസാനിപ്പിച്ച് ഞാനും നിങ്ങളുമൊക്കെ ഇറങ്ങിപ്പോവുകയാണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നമ്മൾ പുച്ഛിക്കും. ഇല്ലെങ്കിലും അവൻ അങ്ങനെ തന്നെ വരും, കാരണം അവന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ഇങ്ങനൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി പോകുന്ന വിശ്വാസികളാണ് ഞാനും നിങ്ങളും. ഞാനൊന്ന് ചോദിക്കട്ടെ, ആ മധ്യസ്ഥ പ്രാർത്ഥനകൾ എന്റെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധ മേശയുടെ അംശികളാകുവാനായി ഒരുക്കത്തോടെയാണോ കടന്നു പോകുന്നത്? അങ്ങനെയെങ്കിൽ എന്റെ ദേവാലയം വിട്ട് ഞാനൊരു സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ, എന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഒരു വിശുദ്ധ കുർബാനയായി എന്നെ നിങ്ങളുടെ ജീവിതത്തിലൂടെ രൂപാന്തരപ്പെടുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏറ്റെടുക്കാനുള്ള
മനോഭാവം നമുക്കുണ്ടാകണം. ഗലാത്യാലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അതിന്റെ 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. നിങ്ങൾ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. അതാണ് ഒരു നീതിമാന്റെ പ്രാർത്ഥന. ഇന്ന് നമുക്ക് ഈ മനോഭാവം വളർത്തിയെടുക്കുവാൻ സാധ്യമാകുമോ? കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവന്റെ ഭാരത്തെ, മറ്റുള്ളവന്റെ വേദനകളെ എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ എനിക്ക് സാധ്യമാകുന്നുവെങ്കിൽ ഇതാണ് പ്രാർത്ഥിക്കുന്ന ഒരു നീതിമാന്റെ മനോഭാവം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്.